മനുഷ്യന്റെ കൈകൊണ്ട് വിരചിതമായ ഗ്രന്ഥങ്ങളിൽ മനുഷ്യനെ നന്നാക്കാൻ ഏറ്റവും യോഗ്യമായ കിതാബുകളിൽ ഒന്നാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ ഹിക്കം. ആ ഹിക്കമിന്റെ വ്യാഖ്യാനം വായിക്കണമൊക്കെ. നീ ദുആ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നാൽ ലം യറ നഫ്സഹു, അവന്റെ നഫ്സിനെ അവൻ കാണേണ്ടതില്ല. ലം യറഹും മുനിഉൽ ഇജാബ മിൻ സബബിഹി, അവർക്ക് ഇജാബത്ത് തടയപ്പെട്ടു ഞാൻ അവിടെ ഇരുന്ന കാരണത്താൽ. ഈ പറഞ്ഞ ഞാൻ സുജൂദ് ചെയ്താലും അലൽ ജമരി, തീ കട്ടകൾക്കുമേൽ സുജൂദ് ചെയ്താലും ലം യറ അമലഹു, ലം യറ അവൻ കാണേണ്ടതില്ല അമലഹു, അർത്ഥമാക്കി അവന്റെ അമലിനെ അഹ്ലൽ ഖബൂലി, സ്വീകാര്യോഗ്യമാണെന്ന്. എന്തുകൊണ്ട് ആ ജാതി തോന്നിയാസം ചെയ്തു പോയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. സാധാരണയായി നമ്മളിൽ വരുന്നൊരു വാക്കാണ് എന്ത്? എത്ര കാലമായി ഇത് കേൾക്കണം, ഒരു ഉത്തരം കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിയുടെ പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് പാർട്ടി ക്ലിയറാ. ഇവിടെ ഞാൻ ഈ 2 ആഴ്ചയും പറഞ്ഞത് സെക്കൻഡ് പാർട്ടി ഓക്കെയാ. സെക്കൻഡ് പാർട്ടി ഓക്കെ. മഴയിലൂടെ നടന്നു, പക്ഷെ നീ ആകെ ടാറിൽ പൊതിഞ്ഞിരുന്നു. ഒരു തുള്ളി നനവ് നിന്റെ ബോഡിയിലേക്ക് കയറിയില്ല. അതിന് അള്ളാഹു ഉത്തരവാദിയല്ല. നീ ആകെ ടാറിൽ പൊതിഞ്ഞു, എന്നിട്ട് മഴയെ കൂടെ നടന്നു. ഒരു നനവിൻ്റെ അല്പം നിന്റെ ബോഡിയിൽ എത്തൂലല്ലോ. അള്ളാഹു മഴ പെയ്യിക്കാത്തോണ്ടാണോ? ആണോ? അള്ളാഹു അല്ല. അള്ളാഹു തആല മഴ കൊടുക്കാത്ത ഒരു ക്രൂരനായതുകൊണ്ടാണോ? നഊദു ബില്ലാഹ്. ആണോ? അല്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നത്തെ ഗൗരവമായി മനസ്സിലാക്കി. എന്താ പ്രശ്നം? എനിക്ക് എത്തുന്നതിന് ഞാൻ തന്നെയാണ് തടസ്സം. അയക്ക് ഒഴിവാക്ക. എനിക്ക് എത്തുന്നതിന് ഞാൻ തന്നെയാണ് തടസ്സം. നമ്മുടെ പ്രശ്നം നമ്മുടേതാണ്, അള്ളാഹുവിൻ്റെതല്ല. അപ്പോൾ ഇപ്പൊ തിരണതോ ആ നടക്കുന്നിടയിൽ ഒരു ചായ കുടിച്ചിട്ടുണ്ടാവും പീടിക കയറി, അത് റബ്ബിന്റെ ആണ്. മഴ കിട്ടാത്തത് അവന്റെ അയോഗ്യതയാണ്. നമുക്ക് കിട്ടിയതെല്ലാം അള്ളാഹുവിന്റെ സമ്മാനാണ്, നമ്മുടെ യോഗ്യതയല്ല. നമ്മൾ യോഗ്യനാണെങ്കിൽ കിട്ടും. സ്ഥിരം ക്ലാസ് ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാർത്ഥി കുവൈത്തിൽ നിന്ന് മെസ്സേജ് അയച്ചു. ഉസ്താദേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ എന്ന ആയത്തിലില്ലേ, ഉജീബു ദഅവത ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്നില്ലേ? ഉണ്ട്. പക്ഷെ അതിൻ്റെ ഈ ആയത്തിന്റെ ആമുഖം നീ എന്തേ ശ്രദ്ധിക്കാഞ്ഞു? ഈ ആയത്തിന്റെ ആമുഖം വഇദാ സഅലക ഇബാദി എന്നാണ്. ഈയും ഞാനും ഇബാദിൽ പെടുവോ? അബ്ദിന്റെ ബഹുവചനമാണ് ഇബാദ്. അബ്ദ് എന്ന് ഖുർആൻ ആദ്യം പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയെ പറ്റിയാണ്. അതിന്റെ ബഹുവചനമാണ് ഇബാദ്. നബിയും അബൂജഹലും ഉള്ള സ്ഥലത്ത് നബിയെ മാത്രം അബ്ദ് എന്ന് പറഞ്ഞു, അബൂജഹലിനെ അബ്ദ് എന്ന് പറഞ്ഞില്ല. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല, ഒരുത്തനെ കണ്ടില്ലേ അവൻ നിസ്കരിക്കുന്ന എൻ്റെ അടിമയെ തടയാൻ നടക്കുക. അപ്പോൾ ഒരാൾ മാത്രം അബ്ദ്, രണ്ടാളിൽ ഒരാൾ മൻ, ഒരുത്തൻ. ഈ രണ്ടാവുന്ന മഖ്ലൂക്കല്ലേ? വേറെ കുട്ടി പറ, കയറ്റി വാ. നല്ലത് ഉറക്ക, നിങ്ങൾ ശരിക്കും എനിക്ക് സന്തോഷം. കുവൈത്തിൽ നിന്നൊരു സഹോദരൻ മെസ്സേജ് അയച്ചു, വേറെ ചില ആളുകൾ മെസ്സേജ് അയച്ചു. ഉസ്താദേ, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ചെയ്യണ്ടേ? നമ്മളുടെ ദുആഇനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദത്തായിട്ട് മാത്രമാണ്. ദുആഇന് ഉത്തരം കിട്ടിയാൽ പോലും അത് ദുആഇന്റെ ഉത്തരമാവില്ല. അള്ളാഹുവിന്റെ അതാ സമയത്ത് നമ്മളെ ബാധിച്ചു. ഈ ദുആഇന് നമ്മൾ അർഹരല്ല.
അർഹരാവുന്ന അവസ്ഥയിലേക്ക് നീ ഉയർന്നാലോ പറ്റും. ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാനിന് അർഹനല്ല, പിന്നെ അള്ളാന്റെ മഹൽ ഫദ്ലാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പീടിയിൽ പോയി നമ്മൾ രാവിലെ സാധനം വാങ്ങി, ഇന്ന് വിരുന്നുകാർ വരുന്നുണ്ട്, ഒരു ഉദാഹരണം പറയാം. ബിരിയാണി അരി വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങി, വല്ലതും വാങ്ങി. ആ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ പോന്നു. സാധനം ഓട്ടോറിക്ഷയിലും കയറ്റി പോന്നു. പീടിയന് നമ്മളെ കുളിമാട് അങ്ങാടിന്ന് ബിരിയാണി അത് ഇത് മറ്റൊരു മറിച്ചെല്ലാം വാങ്ങി പോന്നു. ഇവിടെ എത്തി, ഇവിടെ ശ്രദ്ധിക്കണ്ടോ, ഇവിടെ എത്തിയ നോക്കുമ്പോൾ ബിരിയാണി അടുപ്പത്തിടാൻ നോക്കുന്ന നേരത്ത് അതില് മല്ലിച്ചപ്പ് പുതിന ഇല്ല. അപ്പോൾ മല്ലിച്ചപ്പ് പുതിനക്ക് വേണ്ടിയിട്ട് കൂളിമാട്ടിലെ കടക്കാരനെ വിളിച്ചു. കടക്കാരനെ വിളിച്ചു, മല്ലിച്ചപ്പ് പുതിന കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഇവിടെ കൂടിയവരോട് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ എന്ത് പറഞ്ഞാലും ഓൻ വേഗം കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഇവരെ മുന്നിൽ വലിയ ആളാകണല്ലോ, ഓൻ കൊടുത്തേക്കൂല. കാരണം ഇവൻ ഇക്കൊല്ലത്തെ കുടിശ്ശിക വരെ തീർത്തിട്ടില്ല. പക്ഷെ ആ പീഡിയക്കാരൻ നല്ലൊരുത്തനാണ്. ഓനെന്ത് വിചാരിച്ചു, എന്തോ കുട്ടിക്ക് ബിരിയാണി വെക്കാനല്ലേ മരിച്ചപ്പോ പൊതിന് കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന്. തൊട്ടടുത്ത പൊരക്കാരൻ അവിടെ ചെന്നപ്പോ എന്തോ ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടി ചെന്നാ ഇത് കാസിമിന്റെ പെരയില് ആ മരിച്ചപ്പോ പൊതിനെ കൊണ്ട് കൊടുത്താളായിരുന്നു. ഓൻ അവിടുന്ന് 5 മിനിറ്റ് മുമ്പ് മല്ലിച്ചപ്പ് കൊണ്ട് പോന്നിട്ടുണ്ട്. ആര്? എന്റെ ഫോണിന്റെ 5 മിനിറ്റ് മുമ്പ് മല്ലിച്ചപ്പ് പൊതിനെ അവിടുന്ന് പോന്നിട്ടുണ്ട്. നമ്മൾ 5 മിനിറ്റ് ഫോണും ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തിന് മരിച്ചപ്പോ പൊതിനെത്തി. അപ്പൊ നമ്മൾ ഇവിടെ കൂടെ എന്ത് പറഞ്ഞു? അതങ്ങനെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ഓന് പേടിയാണ്. ഓ അപ്പം കൊടുത്തേക്കും. ഇതന്നെയാണ് നമ്മളെ വേണ്ട ഉത്തരം. പുറത്തു പറയണ്ട. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ചക്കിൽ തിരിക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കിൽ തിരിക്കാം. നമ്മൾ ദുആ ചെയ്ത് ഉത്തരം കിട്ടിയാൽ ഉത്തരം കിട്ടണവരുണ്ടായിരുന്നു. ഇനി ഇപ്പല്ലേ ഒഴിവുണ്ട്. ഞാനാ ഇഷ്ടപ്പെടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇയാൾ ഇഷ്ടപ്പെടുകയും ചെയ്തോ എനിക്കറിയില്ല. ഞാൻ ഇന്നെ മനസ്സിലാക്കുന്നത് ഞാൻ ആ ലിസ്റ്റിലില്ല എന്നാണ്. അള്ളാന്റെ മഹബത്തിലാണ് എനിക്ക് ഇന്ന് വരെ കിട്ടിയതൊക്കെ. എന്റെ ദുആന്റെ യോഗ്യതയല്ല. എന്തുകൊണ്ട്? ഇബാദിനെ വിശദീകരിക്കുന്ന കുറച്ച് ആയത്തുണ്ടല്ലോ സൂറത്തുൽ ഫുർഖാനിൽ. അതിൽ എവിടെയെങ്കിലും നമ്മളുണ്ടോ? വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന. അതിൽ നമ്മളുണ്ടോ? വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഉണ്ടോ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. ഉണ്ടോ? വല്ലദീന ഇദാ അസ്റഫൂ ലം ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ഉണ്ടോ? വല്ലദീന ലാ യസ്നൂന. ഉണ്ടോ? ഇത് തുറന്ന സിനല്ലേ? മനസ്സിലാവുണ്ട് പറഞ്ഞത്. അള്ളാഹു ദുആഇന് ഉത്തരം തരാത്ത ആളല്ല. തന്നേക്കാം, അത് അവന്റെ ഹിക്മത്താണ്. തരാതെ ഇരിക്കാം, അത് നമ്മുടെ അയോഗ്യതയാണ്. ഇനി തന്നാൽ അവന്റെ ഹിക്മത്താണ്, എന്റെ യോഗ്യതയല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ ചിന്തിക്കണം. അതല്ലേ ഞാൻ അയോഗ്യനായിട്ടും ഞാൻ യോഗ്യനാണെന്ന് മനസ്സിലാക്കിയാൽ, ഒന്ന് ഞാൻ യോഗ്യൻ അല്ല, 2 ഞാൻ അഹങ്കാരിയുമായി. 2 കാര്യം. യോഗ്യനല്ലാത്ത ഞാൻ എന്നെ കുറിച്ച് യോഗ്യനാണെന്ന് മനസ്സിലാക്കിയ തെറ്റും, അയോഗ്യനായ എനിക്ക് എന്റെ യോഗ്യത കൊണ്ടാണ് കിട്ടിയെന്ന് മനസ്സിലാക്കി ആ സെക്കൻഡിൽ എന്തുണ്ടാവും? മല്ലിച്ചപ്പം മോദീന് ഇവിടെ വന്നോടുകൂടെ അപ്പം എല്ലാവരോടും പറഞ്ഞു, എങ്ങനെയുണ്ട്? ഞാനൊരു ഫോൺ ചെയ്താൽ അവന് പേടിയാവും. അപ്പം കൊടുത്തേക്കും. ചിലപ്പോ അവൻ തന്നെ ഓന്റെ മനസ്സിന്റെ സന്തോഷം കൊണ്ട് അവൻ തന്നെ എന്തിനാ സ്കൂട്ടർ എടുത്ത് മല്ലിച്ചപ്പം കൊണ്ട് വന്നിട്ടുണ്ടാവും. അത് അവന്റെ മനസ്സിന്റെ വേദനയാണ്. എന്ത് പാവം, ഇയാളൊരു പോക്കാണ്, എന്നാലും
കുട്ടിയൊക്കെ ബിരിയാണി മുടങ്ങണ്ട, ഏതെങ്കിലും കാലത്ത് കിട്ടിക്കോളും. ഇനി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ വക സ്വതക്ക വെള്ളിയാഴ്ച അല്ലേ. അതേ സമയത്ത് നമ്മൾ ഫോൺ ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഓൻ്റെ സ്കൂട്ടർ ഇവിടെ എത്തി. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഓന് പീടിയ വരെ തുറന്നിട്ടിട്ടാ പഞ്ഞുണ്ട്. ഓൻ ആ ജാതി ബഹുമാനം പറയലോ. ഓൻ ഇന്നെ വലിയ ബഹുമാനാണ്, ഞാൻ എന്താണല്ലോ ചെയ്യൂ. ഓൻ ബഹുമാനം കൊണ്ട് വന്നല്ല. ഇപ്പൊ ഇത്തെ കുട്ടികൾക്ക് ഒരു ബിരിയാണിക്ക് കാത്തിരിക്കുമ്പോ പാവം അത് മുടങ്ങണ്ട എന്ന് വിചാരിച്ചു ഒന്നാണ്. അപ്പൊ യോഗ്യനല്ലാത്ത ഞാൻ എന്നെ അവിടെ എന്തായി മനസ്സിലാക്കി? അയോഗ്യനായ എന്നെ ഞാൻ യോഗ്യനായി മനസ്സിലാക്കി. ഇതിന്മേൽ തറത്തുബായി എന്തും വരും. ഇതുമേ തറത്തുബായി എന്താ വരിക? പറേ കിബിറ്. ഒരു വലിയനെ ലോകാകെ ബഹുമാനിച്ചാലും കിബിറ് വരൂല. നിന്നെ ഇനിയും ബഹുമാനിച്ചാലോ? യോഗ്യതയുടെ സ്ഥാനത്തെത്തിയ കിബിർ വരൂല. അയോഗ്യതയുടെ സ്ഥാനത്ത് കിബിറല്ലാതെ ഒന്നും ഉണ്ടാവും. യോഗ്യതയുടെ സ്ഥാനം എന്താണ്? അഹങ്കാരത്തിന്റെ പള്ളി മുറിച്ചു കളയും. ഗർഭപാത്രത്തിലേക്ക് പോകുന്ന നാഡി കട്ട് ചെയ്തു. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജിമാ കൊണ്ട് പെണ്ണിന് ഗർഭം ഉണ്ടാവില്ല. അഹങ്കാരത്തിന്റെ പള്ളി അള്ളാഹു തആല കട്ട് ചെയ്ത് കൊടുക്കും. കാലത്തിലുള്ള അള്ളാഹിനുള്ള കരച്ചിലുണ്ട്. ഇനി നാടാകെ മനസ്സിൽ അയാൾക്ക് ഗർഭമുണ്ടാവില്ല. ഇതല്ല വേറൊരു പെണ്ണ് ആണിനെ കണ്ട ഗർഭമുണ്ടാവും. ഇതാണ് നമ്മളെ ഒരാൾ ബഹുമാനിച്ച അഹങ്കാരിയാവും. എന്തുകൊണ്ട്? ആ നരമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അള്ളാന്റെ ഔലിയാക്കന്മാരെ ആ നരമ്പ് അള്ളാഹ് കട്ട് ചെയ്ത് കൊടുക്കും. എന്തുകൊണ്ട്? കാലങ്ങളുള്ള കരച്ചിൽ. അള്ളാഹ് അഹങ്കാരന്റെ കൽബിന്ന് എടുത്തു കളയണേ, പൊട്ടി അപ്പോൾ അള്ളാഹു തആല എടുത്തു കളയും. നമ്മളെ ഒരാൾ ബഹുമാനിച്ചാൽ ആ സെക്കൻഡിൽ എന്താ ഉണ്ടാവുക? അഹങ്കാരം. അപ്പൊ വീണ്ടും അയോഗ്യനായി പുറത്തുപോയി. ഒരു സ്റ്റാൻഡിലായിരുന്നു നിന്നിരുന്നത്. ഈ മലിച്ചപ്പ് മോദിന് ഇവിടെ എത്തുന്നത് വരെയുള്ള സ്റ്റാൻഡിൽ നിന്ന് പിന്നെയും പോയി ആ മലിച്ച മോദിനോടുകൂടെ അന്നത്തെ അഹങ്കാരം കൂടി. മനസ്സിലായില്ല? സത്യാണോ അല്ലേ? മനസ്സിലായിക്കോളി. ഇവിടെയാണ് എൻ്റെ വിഷയം. ഇതാണ് ഈ പറഞ്ഞ അർത്ഥം. അള്ളാഹു തരം തരൂലാന്നോ? ഒന്നല്ല, അള്ളാഹു തന്നുകൊണ്ടിരിക്കണമൊക്കെ അള്ളാഹുവിൻ്റെ അർത്ഥമാണ്, സമ്മാനാണ്. നിന്റെ ദ്വാ ഒന്നും നോക്കിയിട്ടില്ല. എന്നു ദ്വാ ചെയ്തോ. എന്തുകൊണ്ട്? ഈ ലിസ്റ്റ് നാളെ എടുക്കും. അതിനും അള്ളാഹു തആല ഉത്തരം തരും. എന്നെങ്കിലും മനസ്സിലാവില്ല. അന്നൊരു ഒന്നായിട്ട് ഉത്തരം കൊടുക്കും. അപ്പൊ നിനക്കും കിട്ടും. ഇവിടെ തന്നതോ നിന്റെ അമലിന്റെ യോഗ്യതയല്ല. മനസ്സിലാവില്ലേ? ചിന്തിക്കുക. ഒരു അബദ്ധ ഒരിക്കലും ആ അബദ്ധ യോഗ്യനെന്ന് മനസ്സിലാക്കുക ചെയ്തത്. പ്രത്യേകിച്ച് നമ്മളുടെ യോഗ്യത. അള്ളാന്റെ മുന്നിൽ ആരാ യോഗ്യൻ? ആ ഫുർഖാന്റെ അവിടെ നടത്തി വെച്ചോക്കെ അതിമൊക്കെ എന്താ ഇറങ്ങിയ പിന്നെ ഈ കൊല്ലത് പറയേണ്ടി വരും. എന്റെ ഇഷ്ടദാസന്മാർ ചോദിച്ചു വന്നാൽ وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. الذين يبيتون രാത്രി കഴിച്ചൂട്ടും. 2 റക്അത്തല്ല. നമ്മളിപ്പോൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കൊണ്ട് തന്നെ ഇപ്പം ജിബ്രീൽ വന്നിട്ട് മാലട്ടേരാണ് നമ്മൾ വിചാരം. നമ്മളെ തഹജ്ജുദ് തന്നെ നമുക്ക് അഹങ്കാരം ഉണ്ടാക്കും. തഹജ്ജുദ് നിർത്തണ്ട, പക്ഷെ തഹജ്ജുദ് അഹങ്കാരം ഉണ്ടാക്കും. തഹജ്ജുദ് നമുക്ക് യോഗ്യത ഉണ്ടാക്കും. എന്ത്? ഇന്നലെയും തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല.
ഇന്നലത്തോ സ്വീകരിച്ചിട്ടില്ല, മിഞ്ഞാമത്തോ സ്വീകരിച്ചിട്ടില്ല, കരജൊഴി ബാധപ്പെട്ടിട്ടില്ല. എനക്കെന്താ പണി? അല്ലതിന് സിനയാണ്, സിനൽ ഐനി അവലി സിനൽ ലിസാനി വസിനൽ ഉദ്നി വസിനൽ യദി വസിനൽ റിജ്ലി വസിനൽ ഖൽബി വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകസിബുഹു. ലൈംഗിക അവയവത്തിന് വ്യഭിചാര സാധ്യത ലഭിക്കും, ലഭിക്കാതെയും ഇരിക്കും. പക്ഷേ അവയവങ്ങൾ മൊത്തം വ്യഭിചരിക്കും. ഭയങ്കര വർത്താനാണ്. സിനൽ ഐനി കണ്ണിന് വ്യഭിചരിക്കാൻ സെക്കൻഡ് പാർട്ടി അവൻ്റെ പരിധിയിൽ വരണ്ട, കാണുന്ന പരിധിയിൽ വന്നാൽ മതി. പിടിക്കാൻ കിട്ടണ്ട. ഒരുത്തി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നിന്റെ കണ്ണിന് ഇവിടെ വ്യഭിചരിക്കാം. അവിടെ നിൽക്കണ്ട. പിന്നെ അവരുടെ എല്ലാ തോന്നിയാസവും പറ ഇതിൻ്റെ ഉള്ളിലല്ലേ. തൊട്ടിട്ടില്ല, പിന്നെ എങ്ങനെ ചെയ്യും? ഞാൻ ഒഴിബാദാവുക. തല കൊടുക്ക്. നമ്മൾ മരണം വരെ ദ്വാർക്കണം. കാരണം നമുക്കതെല്ലാം നിർവാഹമല്ല. മുറ്റം അടിച്ചു വാരിയ ചോറ് തരാണ് ഉമ്മ. മുറ്റം അടിച്ചു വാരിയില്ല. ചോറ് വേറെയുള്ളവർക്ക് കൊടുത്തപ്പോൾ ഉമ്മാനോട് കുട്ടി മെച്ചേന്ന് കഴിഞ്ഞു. കുട്ടിക്കൊരു ധാരണ ഉണ്ട്, ഞാൻ അയോഗ്യാണ്, എന്നാലും എനിക്ക് തരും. കൊടുത്തും ചെയ്തു. അവസാനം എല്ലാവർക്കും കൊടുത്തിട്ട് ഇവർക്ക് കൊടുത്തു. ഇവൾക്ക് കൊടുക്കണ നേരത്തെ ഉമ്മ എന്ത് പറഞ്ഞു? നീ വേണമെങ്കിൽ വന്ന് മുങ്ങിക്കും. അങ്ങനെ കൊടുത്തു. അങ്ങനെ പറഞ്ഞാൽ മതി. വേണമെങ്കിൽ നീ വന്ന് മുങ്ങിക്കും എന്ന് പറഞ്ഞാലും അതൊരു സന്തോഷമാണ്. മുറ്റം അടിക്കാത്തതിന് ഞാൻ കുറ്റം കേട്ടല്ലോ, ചീത്തയും കേട്ടല്ലോ. വേണമെങ്കിൽ വന്ന് മുങ്ങിക്കും, എന്നാലും കിട്ടും. കാരണം കരുണയാണ് ഉമ്മാക്ക്. ഉമ്മാക്ക് നീ കരുണുണ്ടെങ്കിൽ റബ്ബിന്റെ റഹ്മത്ത് എത്രയാണ്? അത് മനസ്സിലാക്കുക. എനിക്കും തിരി, അങ്ങക്കും തിരിക്കുക. ഇതാണ് അവിടെ ഉദ്ദേശം. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ദുആഇനെ വ്യാഖ്യാനിച്ച് പറയുന്നിടത്ത് പറഞ്ഞൊരു ഭാഗം ഞാനൊന്ന് വായിച്ചുതരാം. അയ്യോ പടച്ചോനെ, അല്ലാഹ്. ലാ യംബഗി ലിൽ അബ്ദി അൻ യറാ നഫ്സഹു ഇല്ലാ ശിബ്ഹ നജസ്. ഒരു അബ്ദ്, ആ അബ്ദിനെ ഒരു ശിബ്ഹ് നജസ്, ഒരു നജസ് പോലത്തെ സാധനം എന്നല്ലാതെ അവനെ മനസ്സിലാക്കണ്ട. വൈൻ ജലസമഅദ്ദാഇന, ദുആ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അവൻ ഇരുന്നാൽ, ലം യറഹും, ആ ദുആ ചെയ്യുന്നവരെ അവൻ കാണേണ്ടതില്ല. ഇല്ല മുനിഉൽ ഇജാബ മിൻ സബബിഹി, ഞാൻ ഈ കൂട്ടത്തിരുന്നുകൊണ്ട് അവരെയും കൂടി ദുആത്തിന് ഉത്തരം കിട്ടൂല. അങ്ങനെ എനിക്ക് മനസ്സിലാക്കേണ്ടുള്ളൂ എന്നെ പറ്റി. രാജാതിനാണ് നജിബയൊക്കെ പോയി കുത്തരുന്ന് ഞാനല്ല നിർവാ, എനിക്ക് വല്ലതും കിട്ടണ്ടേ? ഇന്നതിന് പറ്റൂല. നമ്മൾ സദസ്സിൽ പോയിരുന്നാൽ നമ്മൾ ഉറക്കെ കൈ ഒന്നിച്ച് ആമീൻ പറയാം, പിന്നെ ഉത്തരം കിട്ടി നമ്മളെന്താ മനസ്സിലാക്കണം? അൽഹംദുലില്ലാ, ഞാൻ ആ നിലക്കാണ് ഇഖ്ലാസിലൂടെ പങ്കെടുത്ത്. ആണോ അല്ലേ? പറയാണോ അല്ലേ? ചിന്തിക്ക്. ദുആ ചെയ്യുന്ന ആളോ അയാളോ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒരു നിർബന്ധിച്ചു സദസ്സിൽ ദുആ ചെയ്യാൻ പറഞ്ഞാൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഏറിയ 5 മിനിറ്റ് ദുആ തീർക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ തുറക്കൂല. അത് നിർബന്ധാവസ്ഥ തുറക്കാണ്. അവർക്ക് തോന്നാണ് ഞാൻ അറിയാനല്ല. അതിലൊരാളായിരുന്നു അത്തിപ്പറ്റ മേരി മുസ്ലിം. അദ്ദേഹം ഒരു തികഞ്ഞ മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ദർജ കൊടുക്കട്ടെ. വളരെ ഉഷാറായി. അത്തിപ്പറ്റ മേരി മുസ്ലിം ഒരു ഉറച്ചില്ല. നീണ്ട ദുആ ചെയ്യൂല. എന്നാൽ നീണ്ട ദുആ ചെയ്യുന്നവർ ശരിയല്ല നീ പറയുന്ന മായനയില്ല. ചില ആളുകൾ ദുആന്റെ മജ്‌ലിസിൽ വരില്ല. എന്നാൽ അവരൊക്കെ വലിയ മഹാന്മാരെ നമുക്കറിയാം ചെയ്യാം. എന്തുകൊണ്ട്? അവർക്ക് അവരെ നഫ്സിനെ അവർ ചെറുതാക്കുകയാണ്. നിർബന്ധിച്ച് കൊണ്ടുവന്നാൽ 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് അതിലേറെ ദുആ ഉണ്ടാവില്ല. ഈ കൂട്ടത്തിലുള്ള ആളുകൾ വിചാരിച്ചു ഇതിനെപ്പോൾ ഇയാളെ നമ്മൾ കൊണ്ടുവന്ന്. മിക്കവാറും ദുആ ഹദീസിലും ആയത്തിലും വന്ന റബ്ബന ആതിനാ ഫിദ്ദുനിയ അങ്ങനത്തെ ദുആ ഒന്നുമില്ല. എന്തുകൊണ്ട്? അത് അവരെ അയോഗ്യരാക്കി മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഒരു അബ്ദ്, ആ അബ്ദിനെ ഒരു നജസ് പോലെ മനസ്സിലാക്കിയാൽ മതി.
പിന്നെ വെള്ളം ഒതുകൊടുക്കാൻ പറ്റും. അപ്പോഴാണ് നെജസ് വന്ന് അതിലിരുന്നത്. ഇനി പറ്റൂല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നല്ല മനസ്സിലായില്ലേ? ചിന്തിക്ക്. അള്ളാഹു ഉത്തരം കൊടുക്കാത്തതുകൊണ്ടല്ല, അതിന് ഞാൻ യോഗ്യനല്ല. لا ينبغي للعبد أن يرى نفسه إلا شبه نجس وإن جلس مع الداعين لم يرهم إلا منع الإجابة من سببه. وإن جلس مع الداعين ദുആ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അവൻ ഇരുന്നാൽ ലം യറഹും അവരെ കുറിച്ച് അവൻ കാണേണ്ടതില്ല. ഇല്ലാ മുനിഉ അൽ ഇജാബ അവർക്ക് ഇജാബത്ത് തടയപ്പെട്ടു മിൻ സബബിഹി അവന്റെ കാരണത്താൽ. അപ്പൊ അവർക്കും കൂടി ഉത്തരം കിട്ടിയില്ല. ഞാനേൽ പോയിരുന്നു, ഞാൻ നസൽ. ഇങ്ങനെ ജനം മനസ്സിലാക്കണം. വലൗ സജദ അലൽ ജമരി തീക്കട്ടകൾക്ക് മുന്നിൽ നീ സുജൂദ് ചെയ്താലും ലം യറ അമലഹു അഹ്ലൽ ഖബൂലി നിന്റെ അമൽ ഖബൂലാവൂല എന്ന് നീ വിചാരിക്കണം. സുബ്ഹാനല്ലാഹ്. എവിടെ തീക്കട്ടകൾ? നിങ്ങളിന്റെ കൂടെ ഇല്ലേ? രാവിലെ വന്നിട്ട് ഉറങ്ങിയതട്ടാ. തലപ്പൊളിയുടെ വർത്താനാണ് ഈ പറയുന്നത് കേട്ടാ. ഇത് തമാശല്ല. ഇത് ഞാനല്ല, ഇത് ഹിക്കമിന്റെ വ്യാഖ്യാനമാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലവും ഞാൻ ഹിക്കമാണ് വ്യാഖ്യാനിച്ചത്. ഇവിടെ ഈ ഹിക്കമിന്റെ ദർസാന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയൊരു കിതാബ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യന്റെ കൈകൊണ്ട് വിരചിതമായ ഗ്രന്ഥങ്ങളിൽ മനുഷ്യനെ നന്നാക്കാൻ ഏറ്റവും യോഗ്യമായ കിതാബുകളിൽ ഒന്നാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ ഹിക്കം. ആ ഹിക്കമിന്റെ വ്യാഖ്യാനം വായിക്കണം. ഓക്കെ. നീ ദുആ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നാൽ ലം യറ നഫ്സഹു അവന്റെ നഫ്സിനെ അവൻ കാണേണ്ടതില്ല. ലം യറഹും മുനിഉൽ ഇജാബ മിൻ സബബിഹി അവർക്ക് ഇജാബത്ത് തടയപ്പെട്ടു ഞാൻ അവിടെ ഇരുന്ന കാരണത്താൽ. ഈ പറഞ്ഞ ഞാൻ സുജൂദ് ചെയ്താലും അലൽ ജമരി തീ കട്ടകൾക്കുമേൽ സുജൂദ് ചെയ്താലും ലം യറ അമലഹു ലം യറ അവൻ കാണേണ്ടതില്ല അമലഹു അവന്റെ അമലിനെ അഹ്ലൽ ഖബൂലി സ്വീകാര്യോഗ്യമാണെന്ന്. എന്തുകൊണ്ട് ആ ജാതി തോന്നിയാസം ചെയ്തു പോയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? പെരന്റെ പണി കഴിഞ്ഞു, പെയിന്റ് അടിക്കാൻ പറഞ്ഞു. അപ്പം പെയിന്റ് അടിച്ചു. എവിടെ പെയിന്റ് അടിച്ച്? പോരെ ചുറ്റും മുതലാളി പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിരുന്നു. ഈ പ്ലാസ്റ്റിക് പിന്നെ എന്ത് ചെയ്തു? പെയിന്റ് അടിച്ചു. നല്ല പെയിന്റാണ്, ഉഷാറായി അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. പൊര കവർ പറയും മനുഷ്യന്മാരെ, പൊര കവർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? പ്ലാസ്റ്റിക് കൊണ്ട്. ഇപ്പം പെയിന്റ് അടിച്ചു. ഇപ്പം വിചാരിച്ചു ഇതാണ് പോരാണ്. എങ്ങനെയുണ്ട്? നല്ല പെയിന്റ്, വര, കുറി, അവിടെ നല്ല ചിത്രപ്പണി, മറ്റത് മറിച്ച് ഒക്കെ. മുതലാളി പിന്നെ വന്നാട് അതിന് മാന്തിച്ചു, കഴിഞ്ഞു. ഇപ്പം എന്തില്ല, അത് കച്ചറി കയറിയുള്ളതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതന്നെ നമ്മളവസ്ഥ. നമ്മളെ അമലാണ് എത്തിയിട്ടില്ല. പെയിന്റിങ് ഉഷാറാണ്, നല്ല സുജൂദ്. സുജൂദൊക്കെ 3/4 മണിക്കൂറുണ്ട് ഓരോ സുജൂദ്. പക്ഷേ അല്ലാഹ് അത് സ്വീകരിക്കൂല. എന്തുകൊണ്ട്? ആ ജാതി തോന്നിയാസം ചെയ്തു പോയിട്ടുണ്ട്, തോപ ചെയ്തിട്ടില്ല. തോപ ചെയ്താൽ അന്ന് രാവിലെ ചെയ്തിട്ടില്ലേ ഈ തോന്നിയാസം? എങ്ങനെ തോപയാവുക? ഇപ്പൊ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അല്ലാഹ് ദുആക്ക് ഉത്തരം കൊടുക്കൂല എന്നൊന്നും പറഞ്ഞിന് മനസ്സിലായി. എനക്കും നിനക്കും തരൂല. എന്തുകൊണ്ട്? നീ തന്നാൽ തന്നെ അള്ളാഹിനെ അതാ ആണ്. മുണങ്ങിക്കോന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് പറയണില്ല എന്നേ ഉള്ളൂ. മനസ്സിലായില്ല? തരും. ചിലപ്പോൾ അന്ന് വൈകുന്നേരം വരെ ഒരു മുറുക്ക് വെള്ളം അമ്മ കൊടുക്കാതെ നടക്കും. അങ്ങനെ നടക്കും. ഒന്ന് പഠിക്കട്ടെ.
മനസ്സിലായില്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ എന്ന് ദ്വാർന്നു. ഈ മാസം കഴിഞ്ഞ മാസം നല്ല പണിയാണ്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളോട് എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ് ദ്വാക്ക് ഉത്തരണ്ട്. ഇത് വണ്ടിയാ. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ ബാരിക് ലനാ. ഈ റജബും ശഅബാനും വന്നിട്ട് പണി മുടങ്ങിയിട്ടില്ല. എവിടെയും ഇപ്പത്തിന് പണി ഒരുപാട് പെൻഡിങ് നടക്കുക. അത് ചിലപ്പോൾ എന്തായിരിക്കും എന്നറിയാം, അക്കൂട്ടത്തിൽ അള്ളാൻ്റെ അബ്ദുണ്ടാവും, കോന്തുവാർന്നിട്ടുണ്ടാവും, പഠിച്ചോനെ എൻ്റെ പണി കൃത്യമായി നടക്കണേ എന്ന്. അപ്പം അള്ളാഹു എന്നെ വിളിച്ചതാണ്. എൻ്റെ ദുആന്റെ ഉത്തരമല്ല, മറ്റോൻ്റെ ദുആന്റെ ഉത്തരമാണ്. മനസ്സിലായില്ലേ? നമ്മൾ യോഗ്യനാണെന്ന് മനസ്സിലാക്കിയ അപ്പം പുറപ്പെട്ടു. അള്ളാന്റെ അബ്ദോ ഞാൻ യോഗ്യനാണ് മനസ്സിലാക്കുന്നില്ല. കിട്ടിയ കാര്യം ഇനി റഹ്മത്ത് തരരുത് എന്ന് പറഞ്ഞവരുണ്ട് ചരിത്രത്തിൽ. കയ്യൂല എനിക്ക് ഏറ്റെടുക്കാൻ, എനിക്ക് ഇനി റഹ്മത്ത് തരരുത്, എനിക്ക് ഏറ്റെടുക്കാൻ കഴിയൂല, ഇനി എനിക്ക് റഹ്മത്ത് തരരുത് കേട്ടോ. എനിക്ക് നിന്നെ വേണം റബ്ബേ, നിന്നെ ശിക്ഷിക്കാനേ വേണ്ടുള്ളൂ, നിന്നെ കൂലിരം വേണ്ട, എനിക്ക് കൂലിക്ക് അർഹതല്ലല്ലോ, ഇന്നെ ശിക്ഷിക്കാൻ വേണ്ട. കാരണം ഞാൻ അത്ര നിനക്കെതിരെ എതിരിട്ടുണ്ട്. ഈ മനുഷ്യൻ അള്ളാഹ്ക്ക് വേണ്ടി മരിച്ച ആളാണ്. മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു. പിന്നീട് മുഹദ്ദീൻ ഷേഖ് വന്നപ്പോൾ പറഞ്ഞത്, ഈ മനുഷ്യനെ കൊന്ന കാലത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ നമ്മയ്ക്കൂലാണ്. ഹല്ലാജെ കൊള്ളുന്നാൽ അന്ന് ഞാനുണ്ടെങ്കിൽ കൈയൊടിക്കുന്ന പറഞ്ഞു. ഈ ആളാണ് എന്ത് പറഞ്ഞത്. അപ്പം നമ്മളെ അവസ്ഥ എന്താ? സവാബിന് എനിക്ക് അർഹതല്ല, ഇഖാബിനേ ഉള്ളൂ. ആരത് പറഞ്ഞ്? ഹല്ലാജ്. മൻസൂറുൽ ഹല്ലാജ് പറഞ്ഞ വാക്കാണ് എന്ത്? എനിക്ക് നിന്റെ കൂലി വാങ്ങാനുള്ള അർഹത. പറ കുട്ടി, എന്താ അങ്ങനെ? എനിക്ക് നിന്റെ കൂലി വാങ്ങാനുള്ള അർഹത ഇല്ല. എനിക്ക് നിന്റെ കയ്യിൽ എന്തെങ്കിലും വാങ്ങാൻ അർഹത ഉണ്ടെങ്കിൽ അത് ശിക്ഷ മാത്രം. എല്ലാ ഉദ്ദേശങ്ങളും നീ എനിക്ക് നടത്തി തന്നിട്ടില്ലേ? നിന്റെ ശിക്ഷയുടെ രസമല്ലാതെ ഒന്നും എനിക്ക് നീ ഒന്നും അറിയാൻ ബാക്കിയില്ല. ഒന്നും എനിക്ക് ചെയ്തിട്ടില്ല, ഒക്കെ നീ ചെയ്തതാണ്. ഞാൻ ചെയ്ത ദുആന്റെ ഫലമാണെന്ന് ഞാൻ വിചാരിക്കരുത്. നിന്റെ ദുആ അങ്ങോട്ട് എത്തിയിരുന്നില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നിന്റെ ദുആ അങ്ങോട്ട് എത്തിയില്ല. ഇവിടെ ചിന്തിക്കണം. അള്ളാഹു ഒന്ന് പറഞ്ഞ ആദ്യം മനസ്സിലാക്കണം. അള്ളാഹു ചോദിക്കാൻ പറഞ്ഞതും ഉത്തരം കൊടുക്കാൻ പറഞ്ഞ ഇബാദിന വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഇബാദ് ഞാൻ അടുത്തനുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. മരിക്കണമെങ്കിലും എനിക്ക് അവർക്ക് കയറി കിട്ടിയാൽ അവൻ സുജൂദ് ചെയ്താൽ അലൽ ജമരി, തീക്കനലുകളുടെ മേൽ സുജൂദ് ചെയ്താലും ലം യറ അമലഹു, അവന്റെ അമലിനെ അവൻ കാണേണ്ടതില്ല. അഹ്ലൽ ഖബൂലി, സ്വീകാര്യോഗ്യമായിട്ട്. ഞാൻ ചെയ്ത തഹജ്ജുദൊന്നും എന്തിന് യോഗ്യമല്ല, അള്ളാഹു സ്വീകരിക്കാൻ യോഗ്യമല്ല. പിന്നെ ചെയ്യാണ്. കുട്ടികൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗം പഠിക്കുന്ന കാലത്ത് എന്താ പറയാ? നബിദിനത്തിനുണ്ടല്ലോ ഒരു പ്രസംഗം. എല്ലാവരും തേങ്ങ അടക്കുമ്പോൾ ഞാനൊരു ചിരട്ട്. ഇത് പ്രസംഗിക്കാൻ ഈ പ്രസംഗം പഠിക്കാത്ത ഒരാളും സക്സസ്ഫുൾ ഉണ്ടാവില്ല. ഞാൻ എത്രയോ പ്രസംഗം നടത്തിയാണ് മദ്രസയിൽ. എല്ലാവരും അത് പണ്ടും ഇപ്പോഴും ഉസ്താദ്മാരെ ബന്ധിപ്പിക്കുന്ന ഒരു വാക്കാണത്. പ്രസംഗം പഠിപ്പിക്കുമ്പോൾ ഇത് എഴുതി കൊടുക്കും. എന്ത്? എല്ലാവരും തേങ്ങ കൊടുക്കുമ്പോൾ ഞാനൊരു ചിരട്ട് കൊടുക്കാം. അതാണ് പ്രസംഗം പഠിക്കുമ്പോൾ ആദ്യം എഴുതി കൊടുക്കുക. എല്ലാവരും ഈ പ്രസംഗം പഠിച്ചവരുമാണ്. ഇതന്നെ എല്ലാവരും തേങ്ങ കൊടുക്കുകയാണ്, നമ്മളോ ചിരട്ട് കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ. നമ്മൾ സുജൂദും തഹജ്ജുദും ഒക്കെ അത്രേ ഉള്ളൂ. എല്ലാവരും തേങ്ങ കൊടുച്ചപ്പോൾ നമ്മളൊരു ചിരട്ട് കൊടുച്ചു. അത്രേ ഉള്ളൂ. അതിനെ യോഗ്യതയുള്ളൂ. ചിന്തിക്ക്, എന്താ പടച്ച തമ്പുരാനെ. വലോ നീ പറഞ്ഞത് ഇനി താലാതെ ഒന്നും കൂടി പൊന്തിക്ക്. അവന്റെ നഫ്സായാൽ വല്ലാത്തൊരു ശുദ്ധീകരണം അവന്റെ നഫ്സിൽ നടന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര വായത്ത് തസ്കിയത്താണ്. അവൻ ഭയങ്കര മഹാനാണ്. എന്നാലും
അല്ലാഹുവിന്റെ മുന്നിൽ ലം യറഹാ, അവന്റെ നഫ്സിനെ അവൻ കാണേണ്ടതില്ല. അഹ്ലൽ മദ്ഹിൻ വലാ സനായിൻ, ജനങ്ങളുടെ പ്രശംസക്ക് അർഹനായി മനസ്സിലാക്കേണ്ടതില്ല. ഫി വായത്ത് തസ്കിയ, വായത്ത് തസ്കിയ എന്നാൽ ശുദ്ധീകരണത്തിന്റെ പരമാവധി. ഭയങ്കര മഹാനാണ്. എന്നാലും അയാളെ എങ്ങനെ മനസ്സിലാക്കേണ്ടുള്ളൂ? നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുത്, ഇതാര് പറഞ്ഞ വാക്കാം? ഇതാര് പറഞ്ഞ വാക്കാം? ലാ തഖൂമൂ ലി, നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി എണീക്കരുത്. മുസ്തഫ നബി ജനങ്ങൾ എണീറ്റില്ല. അപ്പോൾ ഹസ്സാൻ പാട്ടുപാടി, أجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم. سبحان الله. ഹസ്സാൻ ബിൻ സാബിത്തിന്റെ പൂങ്കുയില ഹസ്സാന്റെ പാട്ടാണ്. അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു, ബുദ്ധിയും ജ്ഞാനവും ഉള്ള ആളുകളെ കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. യറാഹദൽ ജമാല, ഈ ഭൂലോക അഴകിനെ അവർ കാണുകയും എണീക്കുകയും ചെയ്യുന്നില്ലല്ലോ. നബിയെ കണ്ടിട്ട് എണീക്കാത്തതിനെ പറ്റി എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? നബിന്റെ എണീക്കരുത്. ഇതാണ് മനുഷ്യന്മാർ പറയാ. നമ്മൾ സദസ്സിലേക്ക് വന്നപ്പോൾ രണ്ടാൾ എണീറ്റില്ലെങ്കിൽ നമ്മൾ ഖാദിമിനോട് പറയും നോട്ടി ചെയ്തടാ, അവൻ അപ്പളേനെ മനസ്സിലായിട്ടുണ്ട്. വെന്തിയോ ഒന്നല്ലോ കമ്മ്യൂണിസ്റ്റാണ്. എനിക്കപ്പം വന്നിട്ടുണ്ട്. നമ്മളാളല്ല, നമ്മളാളൊക്കെ തന്നെ. പക്ഷെ മറ്റേ ഗ്രൂപ്പാണ്. അതങ്ങനെ തന്നെ വരുള്ളൂ. മറ്റേ ഒന്ന് നേതാവ് അങ്ങനെയല്ലേ, അപ്പം തന്നെ അറിയാം എന്തോ ഒരു വിളവനുണ്ട്. നമ്മൾ ഒരാൾ എണീറ്റിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്യും. മുത്തുനബിയോ എണീക്കരുത്. അത് കേട്ട് ജനങ്ങൾ എണീറ്റില്ല. ഹസ്സാൻ ബിൻ സാബിത്ത് മജ്‌ലിസിലുണ്ട്, ഞാൻ എണീക്കണില്ല. ഹസ്സാൻ ബേജാറായി. അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. അജിബ്തു ലിമൻ, ഒരാളെ പറ്റി എനിക്ക് അത്ഭുതം തോന്നുക. ലഹു, അവനുണ്ട്. അഖ്ലുൻ, ബുദ്ധിയുമുണ്ട്. ജ്ഞാനവുമുണ്ട്. യറാ ഹാദൽ ജമാല, ഈ ജമാലിനെ അവൻ കാണുന്നുണ്ട്. വലാ യഖൂമു, എന്നിട്ടും അവൻ എണീക്കുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നുക. ഇവരൊക്കെ രീതി എണീക്കൽ ജനങ്ങളെ ബാധ്യത. നബി എന്ത് പറയും? എണീക്കരുത്, ഞാൻ വരുമ്പോൾ എണീക്കരുത്. ഒക്കെ എഴുതി വെക്കണം കേട്ടോ, ജീവിതത്തിൽ ഉപകരിക്കും. വലിയ പാഠങ്ങളുണ്ട്. അവന്റെ നഫ്സായാൽ തസ്കിയത്തിന്റെ പരമാവധിയിലാണ്, ഭയങ്കരമാണ്. എന്നാലും ലം യറ, അവൻ കാണേണ്ടതില്ല നഫ്സഹു, അവന്റെ നഫ്സിനെ. അഹ്ലൻ ലിൽ മദ്ഹി വസ്സനാഇ, മദ്ഹിന് അവൻ യോഗ്യനല്ല. ഒമാ നോക്ക്, ഇബ്നു അജീബ് പറയാ ഞാനല്ല. ജനങ്ങൾ അവന്റെ കുപ്പായം തുണി പിടിച്ച് ബറക്കത്തെടുക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്തു? അവന്റെ കയ്യുമ പിടിച്ച് അവന്റെ കുപ്പായത്ത് പിടിച്ച് ജനങ്ങൾ തൊട്ടും തടവിയും ബറക്കത്തെടുക്കുകയാണ് എങ്കിൽ നഫ്സഹു, അവന്റെ നഫ്സിനെ കാണേണ്ടത് കൽ ബിക്കിരി, ഒരു ബിക്കിറിനെ പോലെയാണ്, ഒരു കന്യകയായ പെണ്ണ്. അൽ മസ്ബൂബത്തി ലി ബാലിഹ, ഭർത്താവിന് വേണ്ടി ഒരുക്കി കൊണ്ടുപോകുന്ന കന്യകയായ വിവാഹം കഴിഞ്ഞ പെണ്ണ്. വഹിയ മുഫ്തല്ലത്തുൻ ബിഫുജൂരിൻ, അവളുടെ കന്യകാചർമ്മം തമ്മാടിത്തരത്തിൽ നേരത്തെ നഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ എങ്ങനെ മനസ്സിലാക്കും? അങ്ങനെ ജനം മനസ്സിലാക്കിയ മതി. പഠിച്ച തമ്പുരാന് ഇനി എന്താ അതിന് വലിയ വ്യാഖ്യാനം? മനസ്സിലായില്ല. നിക്കാഹിന്ന് കഴിഞ്ഞു, നിക്കാഹിന്ന് ലോറിന് കഴിഞ്ഞു, അസറിന് കഴിഞ്ഞു. പിന്നെ എല്ലാവരും വന്നു ചമയിച്ചു. ഭർത്താവിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് മണിയറയിലേക്ക്. ഇവളോ 18 വയസ്സ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വേറെ കെട്ടിക്കാനൊരു ന്യായമല്ല, വേറെ പുരുഷനെ കാണാനൊരു ന്യായമല്ല. അപ്പോൾ എന്താണ് അവിടെ സൊസൈറ്റി മനസ്സിലാക്കണത്? ഇവൾ ആദ്യമായി പുരുഷൻ എന്ന് കാണുകയാണ്. ഇവളെ ഭർത്താവിൻ്റെ മനസ്സിലാക്കണത് ഭർത്താവിൻ്റെ മനസ്സിലാക്കണത് കന്യകയായ പെണ്ണാണ്. അപ്പോൾ ഓള് റൂമിൽ കയറി വരുന്നതോടുകൂടെ അവൻ എന്ത് ചെയ്തു? അവളെ കൈ ചുംബിച്ചു, കാലി ചുംബിച്ചു. ഇത്ര വലിയ സൗന്ദര്യഭാജനമായ നിന്നെ കല്യാണം കഴിക്കാൻ കഴിയുമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം അവളെ മനസ്സെന്തായിരിക്കും?
അവൾ ഓടിപ്പോയിട്ട് ഒരാഴ്ച വേറൊപ്പനെ നമുക്ക് കടന്നുറങ്ങിയതാണ്. അപ്പോൾ അവളെ മനസ്സ് പുറത്തുറങ്ങില്ലാന്നേ ഉള്ളൂ. അവളെ മനസ്സെന്തായിരിക്കും? അതായിരിക്കണം ജനങ്ങൾ നിന്നെ ബറക്കത്തെടുക്കുമ്പോൾ എൻ്റെ മനസ്സ്. എന്താ വ്യാഖ്യാനം പറയണ്ടേ? മനസ്സിലായില്ല. അപ്പൊ അവളെ മനസ്സ് നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലേ? പഠിച്ചവൻ എന്താ വ്യാഖ്യാനം? ആളുകൾ നിന്റെ ശരീരത്തിൽ തൊട്ട് ബറക്കത്തെടുക്കുന്നുണ്ടെങ്കിൽ ഇത് അത്രയും വലിയ ഔലിയ പാപ്പയാണ്, ഇത് അത്രയും വലിയ തങ്ങളാണ്, ഔലിയാണ്, മൂല്യനാണ്, വലിയ ആളാണ്. അപ്പോൾ നീ നിന്റെ നഫ്സിനെ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി? നിന്റെ തനിനിറം അവർക്ക് അറിയില്ല. നിന്റെ തനിനിറം അറിയാമെങ്കിൽ നിശ്ചയത്തിന് കല്യാണത്തിന് മുഴുവൻ പൈസ വാങ്ങിച്ചേ വിടുള്ളൂ. നാടാകെ പരസ്യപ്പെടുത്തുകയും ചെയ്യും. ഇവള് വേറൊപ്പം ഒരാഴ്ച കടന്നുറങ്ങിയോളാണ്, പിന്നെ എനിക്ക് കല്യാണം ഉണ്ടാവില്ല ജീവിതത്തിൽ. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതെങ്ങാനും പുറത്തു വന്നാൽ കല്യാണ ചെലവ് മുഴുവൻ വാങ്ങും, നിശ്ചയം വാങ്ങും, നഷ്ടപരിഹാരം വാങ്ങും. നമ്മളെ ഏമാറ്റി, അതിനുള്ള തെളിവ് നമ്മളെ ഏമാറ്റിയില്ലേ, അതിനുള്ള പൈസ വേറെ വാങ്ങും, വാട്സപ്പിൽ വിടും. എന്ത്? ഞാൻ ഇന്ന മറ്റവന്റെ മകൾ ആരും കെട്ടാൻ പോകരുത്, അവള് വേറൊപ്പം ഒരാഴ്ച കടന്നുറങ്ങിയടാ, നിന്റെ തനിനിര മൂപ്പരെ അറിഞ്ഞാൽ മൂപ്പരോ കാലുമല ചുംബിച്ചത് ആദ്യം തന്നെ, പ്രേമഭാചനമേ ഞാൻ നിന്നെ എത്രയായി കാത്തിരിക്കുന്നു. പുറത്തിറങ്ങിയാലോ അടിച്ചത് പുറം പൊളിക്കായി. പ്രേമഭാചനം. നിന്നെ ആളുകൾ കൈ പിടിച്ച് ചുംബിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയുകയാണെങ്കിൽ ഏതോ മൂല്യന്മാരെ പറ്റിയോ തങ്ങന്മാരെ പറ്റിയോ ഇയാൾ കുയിന്ത് പറയാന്ന് അറിയില്ല. ഇതല്ല, ഇത് ഇബ്നു അജീബിന്റെ വാക്ക് ഞാൻ വ്യാഖ്യാനിക്കാണ്. എല്ലാവരും കണക്കാണ്. അങ്ങനെ മനസ്സിലാക്കിയ ഈ മഹാനാവും. അപ്പോഴേക്ക് മഹാനാവുള്ളൂ. നിന്നെപ്പറ്റി നീ ആരാണ്? വേറെ ഫുജൂരിയത്തിൽ, വ്യഭിചാരത്തിൽ തന്റെ കന്യകത്വം നഷ്ടപ്പെട്ട പെണ്ണ് ആയ നീ മഹാനാണെന്ന് മനസ്സിലാക്കിയാലോ ഇതിന് വലിയ തിന്മണ്ട. ആ പെണ്ണിന്റെ അവസ്ഥ പോലും നിനക്കില്ല. ആ പെണ്ണിന് സ്വയം ഒരു കുറ്റബോധമുണ്ട്. കുടുങ്ങിയാലോ പഠിച്ചോനെ? മനസ്സിലായില്ല? ആ പെണ്ണിന് കുറ്റബോധമുണ്ട്, നിനക്ക് അതുമില്ല. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ നിന്റെ കൈ പിടിച്ച് മുത്തിയിട്ടില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്യും. അതെന്തേ? മൂപ്പർക്ക് എല്ലാരും മൂക്കും എന്റെ കൈ പറ്റുമെന്നും ഓൻ്റെത് പറ്റുക എന്തേ? മനസ്സിലായില്ലേ? അങ്ങനത്തെ ആളുകൾ ഉണ്ടായപ്പോൾ ഇസ്ലാം പ്രചരിപ്പിക്കാൻ നോട്ടീസിന്റെ ആവശ്യം ഉണ്ടായില്ല. അവരെ കണ്ടപ്പോൾ തന്നെ നന്നായി. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഞങ്ങളെപ്പോലത്തെ ആലിമീങ്ങൾ എന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ സദസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട അത്യപൂർവം മറക്കാൻ പറ്റാത്ത വാക്കുകൾപ്പെട്ടതാണ്. ഞങ്ങളെപ്പോലത്തെ ആലിമീങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് ആലിമോ? 25 മീറ്റർ പീടിന്ന് തലയിൽ കിട്ടിയതോടെ ആലിമകൾ എങ്ങനെയായി? ആലിമോ? ഇജൻ്റെ ആലിമ? ഏതാലിമ? എവിടുത്തെ ആലിമ? AD 1111 ഗസാലി ഇമാം മരിക്കുന്നത്. അതിനു മുമ്പ് AD 1106 ബൈത്തുൽ മുഖദ്ദസിൽ പോയി. AD 1106 1011 മരിച്ചു. 1106 ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ പോയി ഇങ്ങനെ ചുറ്റി നടന്നു. പിന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ഗസാലിയാണ്. അപ്പോൾ ജനങ്ങൾ പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗസാലി ഇമാം AD 1106 ഇതേതാ? ആ സഹസ്രാബ്ദം കഴിഞ്ഞു. ഇത് 3-ാം സഹസ്രാബ്ദം. ഗസാലി ഇമാം അവിടെ ഇങ്ങനെ ഇറങ്ങുന്നിടത്ത്, ഖബർസ്ഥാനിലേക്ക് ഇറങ്ങുന്നിടത്ത് ബാബുൽ അസ്ബാത്ത് എന്നൊരു സ്ഥലമുണ്ട്. ഇങ്ങനെ ഇറങ്ങുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരുപാട് കെട്ടിനിങ്ങനെ വാതിലുകളുണ്ട്, അതായത് ഗേറ്റുകളുണ്ട്, ഒരുപാട് ഗേറ്റുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഗേറ്റാണ് ബാബുൽ അസ്ബാത്ത്. അത് യാക്കൂബ് നബിയുടെ മക്കളെ പേരില്ല, അവരാണ് അസ്ബാത്ത്. അവിടെ ഇങ്ങനെ ഇറങ്ങുന്ന നേരത്ത് അവിടെ സാഹത്തുൽ ഗസാലി, മനസ്സിലായില്ലേ? സാഹത്തുൽ ഗസാലി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഗസാലി പ്രസംഗിച്ച സ്ഥലം റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് ഗസാലി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചറിയോ? ഞാൻ കുറച്ച് ദിവസം ഇവിടെ വന്നിട്ട് മറർത്തു ബി 360 മിൻ ഹൽഖത്തിൽ ഇൽമി ഫമാ സമിഅതു ഇൽമൻ ഖദ് റഫിഅ അൽ ഇൽം. 360ഓളം വിജ്ഞാന സദസ്സുകളിൽ നിങ്ങൾ ആരും അറിയാതെ ഞാൻ വന്നിരുന്നു ഇവിടെ. ഫമാ സമിഅതു ഇൽമൻ, ഒരു ഇൽമു ഒരു ആലിമും ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഖദ് റഫിഅ അൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെട്ടു. ഇൽമു ലോകത്തില്ല കേട്ടോ. പിന്നെ എങ്ങനെ ജാലിമാണ്? എന്താ വർത്താനം? ഇൽമു പോലത്തെ ഇൽമു ലോകത്തൊന്നില്ല. പറഞ്ഞ മനസ്സിലായോ?
മുറുക്ക് വെള്ളം കിട്ടാതെ ബിന്യാമീൻ്റെ ആട് ജീവിതത്തിലുള്ള ഏതോ ചങ്ങായിനെ പോലെ ഇജ്ജ് പാഞ്ഞു വരികയാണ് നാട്ടിലേക്ക്. അപ്പോൾ എന്തായി? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ വട്ടത്തു നിന്നുള്ള അവസാനത്തെ വേസ്റ്റ് കൂട്ടി കെട്ടി കൊണ്ടുവന്നു, അതിട്ടു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇജ്ജത് പിരിഞ്ഞിട്ട് തന്നു. എന്നിട്ട് എന്ത് പറയാം? 1 നമ്പർ ബിരിയാണി. മനസ്സിലായില്ല? ഇതെന്താ വേസ്റ്റാണ് ചങ്ങായി. ഇത് ആട് ജീവിതത്തിൽ പറഞ്ഞതുപോലത്തെ ഒരാളാണ്. അപ്പൊ ഈ എന്തെങ്കിലും ഇതുവരെ കൊല്ലങ്ങളായി ബിരിയാണി കണ്ടിട്ടില്ല. അപ്പോഴാണ് ഇതിന് പാഞ്ഞു വന്നത്. ആട് ജീവിതത്തിൽ പറഞ്ഞ ആളുകൾ കൂട്ടിക്കോ. ഇജി വന്ന് നോക്കുമ്പോൾ ബിരിയാണി ഉണ്ട്, അത് വേസ്റ്റാണ്, കഴിച്ച് തിന്നു. എന്നിട്ട് എന്തും പറഞ്ഞു, അൽഹംദുലില്ലാ ഈ ഉപകാരം ഞാൻ മറക്കൂല, ഓ ഞങ്ങൾ ബഹുമാനിച്ചു. ഇത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെ അലിമാക? പിന്നെ ഇപ്പം എന്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അകത്ത് ഇന്നത്തെ കാലത്തോട് യോജിക്കുന്ന ഒരു ഇൽമ്. ഖിദ്ർ അലൈഹിസ്സലാം, ഇവിടെ നോക്കി, ഞാൻ ഇൽമ ഒന്നുകൂടി പറഞ്ഞുതരാം. ഖിദ്ർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞു. അപ്പം പറയാൻ കാരണമുണ്ട്. മൻ അഅലമു ആഹദത് സമാൻ ഔ മൻ അഅലമുൽ വഖ്തി, ഇക്കാലത്തെ ഏറ്റവും വലിയ ആലിം ആരാന്ന് ഒരാൾ മൂസാ നബിയോട് ചോദിച്ചു. അപ്പോൾ അനാന്ന് പറഞ്ഞു പോയി ആര്? മൂസാ നബി. പിന്നെ അത് ശരിയാക്കി കൊടുക്കാണ് ഖിദ്ർ അലൈഹിസ്സലാം. കപ്പൽ യാത്ര ചെയ്തു. ജനങ്ങൾ ചോദിച്ചു, ഇന്നത്തെ ആലിമ് പറയേ, ഇന്നത്തെ ഏറ്റവും വലിയ ആലിമ് ആരാണ്? ഞാനാന്ന് പറഞ്ഞു പോയി മൂസാ നബി അലൈഹി സ്വലാം. ഞാനാണ്. പിന്നെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റി. ഖദർ ലെവലാക്കി കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? വിവേകം. എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല, ഇത് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഖദർ കപ്പൽ യാത്ര ചെയ്തു. അപ്പൊ ചെറിയ ഒരു അടക്കാക്കളി വന്നിട്ട് കപ്പലിന്റെ കൊമ്പിലിരുന്നു. പിന്നെ അത് സമുദ്രത്തിൽ നിന്നൊരു കൊമ്പ് ഒരു കൊത്തിങ്ങനെ കൊത്തി. പുറജാലമാക്കാന പിന്നെ അങ്ങനെ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഖദർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞു, മൂസാ ആ കിളിയെയും ആ കിളിയെ കൊക്കിനെ ഒന്ന് നോക്ക്. ആ കൊക്കിൽ വന്ന വെള്ളം ഒന്ന് നോക്ക്. എന്റെയും നിന്റെയും വിവരവും യഥാർത്ഥ വിവരവും ഇതാണ്. എന്റെയും നിന്റെയും വിവരവും അല്ലാഹു തആല ഈ ലോകത്ത് വെച്ച വിവരവും ആ ഈ ബഹറും ആ കിളിയുടെ കൊക്കിൽ വന്ന വെള്ളവും തമ്മിൽ വ്യത്യാസമാണ്. നമ്മളെ കയ്യിലുള്ള ഇൽമ് ആ കിളിയുടെ കൊക്കിൽ വന്ന വെള്ളം അത്രയേ ഉള്ളൂ. ഇതാരോട് പറഞ്ഞ പറ കുട്ടി? ഇതാരോട് പറഞ്ഞ? ഖിദ്ർ മൂസാ നബിയോട് പറഞ്ഞ. ഖിദ്റിന്റെ രഹസ്യ മൂസ 136 വട്ടം ഖുർആനിൽ പേര് പറഞ്ഞ മഹാന. പിന്നെ എങ്ങനെ ആലിമാണ്? പിന്നെ നമ്മളിപ്പോ തന്നെ ഞാൻ അതിന് യോഗ്യനല്ല. പിന്നെ ഒരാൾ ഇവിടെ വന്നിരിക്കണല്ലോ, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കൽബിക്കിരി ബിക്രിനെ പോലെ ചമയിച്ചണയിച്ച് കൊണ്ടുപോയി ആരടുത്തേക്ക്? ലിബാലിഹ, ഭർത്താവിന്റെ മണിയറയിലേക്ക്. വഹിയ, അവളാകട്ടെ കന്യാചർമ്മം നേരത്തെ തമ്മാടിത്തരത്തിൽ നഷ്ടപ്പെടുത്തുള്ളൂണ്. അപ്പൊ അവളെ മനസ്സ് അത് മതി നിനക്ക്. ഞാൻ അഹിലല്ല. ഇവിടെ കുറച്ച് സാധുക്കളുണ്ട്. ആ സാധുക്കളെ കൊണ്ട് അല്ലാഹുമ്മ അൻസുർനാ ബിസ്വാലിക്കിൽ മുഹാജിരീൻ ദ്വാരക്കണതാരാ? റസൂലുള്ളാഹ്. അപ്പൊ ആ മനസ്സൊന്ന് ആലോചിക്ക്. അല്ലാഹുമ്മ അൻസുർനാ ബിസ്വാലിക്കിൽ മുഹാജിരീൻ. ഈ മുഹാജിർ ആരാ? റസൂലുള്ളാഹിലേക്ക് ഹിജ്റ വന്ന ആള്. എന്നിട്ട് അയാളെ കൊണ്ട് ഇടതിടുക റസൂലുള്ളാഹ്. അല്ലാഹുമ്മ അൻസുർനാ, അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കണേ, ബിസ്വാലിക്കിൽ മുഹാജിരീൻ, ഈ പാവപ്പെട്ട മുഹാജിരീങ്ങളെ ബർക്കത്തുണ്ട്. ഇതാരാ ദ്വാരക്കണം? റസൂലുള്ളാഹ്. ആ മുഹാജിർ ആരാ? നബിയിലേക്ക് വന്ന ആള് അല്ലേ കുട്ടിയെ? അപ്പൊ ആ മനസ്സെത്ര? റസൂലുള്ള ദ്വാരക്കണ ദ്വാ മിഷ്കത്തിലുണ്ടടാ പൊന്നുമക്കളെ. മനസ്സിലായില്ലേ? എന്താ റസൂലുള്ളാഹി ദ്വാ? പറയും മക്കളെ, എന്താ ദ്വാ? അല്ലാഹുമ്മ അൻസുർനാ ബിസ്വാലിക്കിൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളെ ഹക്കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. പാവപ്പെട്ട മുഹാജിരീങ്ങളെ ഹക്കൊണ്ട്. ആരത് പറയുന്നത്? റസൂലുള്ളാഹി. ലോകം മുഴുവനും തേടിയാലും, ഈ ഭൂഗോളം മുഴുവൻ തേടിയാലും, പ്രപഞ്ചം മുഴുവൻ തേടിയാലും ഹക്ക് ബാക്കിയുള്ള റസൂലുള്ളാഹി. ആ മനസ്സൊന്ന് ആലോചിക്കും. എന്നിട്ട് സാധുക്കളായ മനുഷ്യന്മാരിയ്ക്കുമ്പോൾ എന്നെ തോൽ പറയുന്നുണ്ട്, ഞങ്ങളെ പോലത്തെ ആലിമീങ്ങളുള്ളതാണ്, ഞങ്ങളെ പോലത്തെ ആലിമീങ്ങൾ. എന്താ ആലിമാണ്? അതിനാണ് ജഹ്ൽ മുറക്കബ് എന്ന് പറയുന്നത്. ഇതാണ് വിഷയം. ഇത്രയുള്ളൂ പ്രശ്നം. അതിൻ്റെ അർത്ഥം ആലിമീങ്ങളെ ബഹുമാനിക്കണമെന്നൊന്നുമല്ല. നമ്മളെ സമാനം ബഹുമാനിക്കുക. മനസ്സിലായില്ലേ പറഞ്ഞത്?
എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ണി മുഹമ്മദാക്കാൻ ഒരാളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. 1 നമ്പർ ചായ. നമ്മക്കാണ്ട് ചായ കുടിച്ചാൽ പാപ്പ പറയും, നമ്മക്കാണ്ട് ഒരു ചായ കുടിച്ചാൽ ആ ചായൻ്റെ ഒരു രസം ഒരാഴ്ച നോമ്പുണ്ടാവും. ഇന്ന് ആ സ്ഥലത്ത് വേറെ ചായപ്പൊടി ഉണ്ട്, നമ്മക്ക് മരിച്ചുപോയി, ആ ചായ ഇനി കിട്ടൂല. അപ്പൊ നമ്മള് അത് വിചാരിച്ചിട്ട് കുടിക്കുക. അത് വിചാരിച്ചിട്ട് ഇത് കുടിച്ചാളാം, അച്ചായന് വരില്ല, നമ്മക്ക് മരിച്ചുപോയി. അത് മിൽമപ്പാലല്ല, 1 നമ്പർ നല്ല എരുമപ്പാല് അങ്ങോട്ട് ചായ അടിച്ചെടുത്താ അതൊരു മുതലിരുന്നു. അപ്പൊ എന്ത് ചെയ്യാ, നമ്മക്കാണ്ട് ചായ ആലോചിച്ചിട്ട് ഇന്നത്തെ ചായ കുടിച്ചോളാം. കർണാടകത്തിലും തമിഴ്നാട്ടിലെ ചില ഏരിയകളിലൊക്കെ ചായ ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇത്ര ഉണ്ടാവുള്ളൂ, കുടിച്ചാൽ തീരൂല. സത്യല്ലേ? എന്താ അതിൻ്റെ രസം! ഓ ഭയങ്കര. ഇത്ര ഉണ്ടാവുള്ളൂ, ഇത്ര ചെറിയൊരു ഗ്ലാസ്, നമ്മളെ പ്ലായസ് ക്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് അതിൽ തരും. അത് ഈമ്പി കൂടി ഓരോ ഈമ്പലും ഇങ്ങോട്ട് വായിലെത്തിയ വായ അങ്ങോട്ട് അറിയാം. ഇത് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കിട്ടും. ഞാൻ 2022 എന്താ പറയുക, ജയ്പൂരിൽ നിന്ന് ഒരാൾ അടിച്ചു, ഇപ്പോഴും ഞാൻ നാവിലുണ്ട്. അതൊരു ചായ കടിയില്ല, കടി ഒരു വിൽക്കണമെന്നില്ല, കടിയുടെ ആവശ്യമില്ല. ജന്മം വന്ന് നിറയുക ചായക്ക്, കടിയില്ല. നമുക്ക് കടി ജ്യൂസിൽ കുടിയില്ല, മയൽക്കടി. നമുക്ക് കടിയില്ലാതെ കൂടിയില്ല, അവർക്ക് കടിയല്ല. എന്തുകൊണ്ട് ഈ ചായ ഒരു മുതല. അപ്പൊ എന്ത് ചെയ്യാ, ഇന്നത്തെ ചായ വേറെ ഒന്ന് കിട്ടുമ്പോൾ നമ്മളത് നിയത്തിയിരുന്ന് കുടിക്കുക, അത്രേ ഉള്ളൂ നമ്മളെ ദ്വാ. പണ്ടത്തെ ആളുകൾ ഒരു ദ്വാ ഉണ്ട്, മുസബാത്തുൽ അശ്ർ ചെല്ലുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഒരാളുമില്ലേ? രാവിലെ എണീറ്റാൽ സുബഹയ്ക്ക് ശേഷം ഉദയത്തിന് മുമ്പ് ചൊല്ലേണ്ട ദിക്റുകളിൽ ഒന്നാണ് മുസബാത്തുൽ അശ്ർ. അതിന്റെ അവസാന ദുആ, അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം മാ അൻത അഹ്ലൻ ലഹു വലാ തഫഅൽ ബിനാ വബിഹിം മാ നഹ്നു അഹ്ലുൻ ലഹു. അല്ലാഹുമ്മ ഫഅൽ ബിനാ വബിഹിം മാ അൻത അഹ്ലുൻ ലഹു വലാ തഫഅൽ ബിനാ വബിഹിം മാ നഹ്നു അഹ്ലുൻ ലഹു. അവസാനത്തെ ദുആ, അല്ലാഹ് ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും നീ അഖിലായത് ചെയ്യണമേ, ഞങ്ങൾ അഖിലായത് ചെയ്യരുതേ. എന്താണ് അവസാനം? എന്ത് 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 അല്ലാഹുവേ, എന്റെയും എന്റെ മാതാപിതാക്കൾ മക്കളെയും നീ അഖിലായത് ചെയ്യണമേ, ഞങ്ങൾ അഖിലായത് ചെയ്യരുതേ. നീ അഖിലായത് എന്തിനാ? മൗഫിറത്തിന്. ഞങ്ങൾ അഖിലായത് എന്തിനാ? ഉഖൂബത്തിന്. നിനക്ക് മനസ്സിലായില്ല? അല്ലാഹു അഖിലായത് എന്തിനാ? പുറത്തരാന്. നമ്മളായില്ലായത് എന്തിനാ? ശിക്ഷക്ക്. നമ്മൾ ഇന്നുവരെ എന്തിനാ അതിലുള്ളൂ? പറയ കുട്ടി, മനസ്സിലായില്ലേ? ഈ ദ്വാന്റെ അവസാനത്ത് കോടിക്കണക്കായ ജനങ്ങൾ ചെല്ലുന്ന ദ്വായ, ലക്ഷക്കണക്കിന് തന്നെ ദശലക്ഷക്കണക്കിന് ഇന്നും ചെല്ലുന്ന ദ്വായ. ഈ ദ്വാന്റെ മനസ്സിലാവണില്ലേ? മുസബാത്തുൽ അശ്റിലെ അവസാനത്തെ ദ്വായാണ് എന്ത്? അല്ലാഹുമ്മ അല്ലാഹു ഇഫ്അൽ ബിനാ വബിഹിം, ഞങ്ങളെ കൊണ്ടും ഞങ്ങളെ മാതാപിതാക്കളെ കൊണ്ടും നീ ചെയ്യണം. മാ ഒരു കാര്യം, അൻത അഹ്ലുൻ ലഹു, അതിന് നീ അഹ്ലാണ്. അല്ലാഹു എന്തിനാ അഹ്ലാണ്? റഹ്മത്ത് ചെയ്യാനും ഓഫർ ചെയ്യാനും ആവില്ലല്ലേ? അത് പറയേ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ 1-ാമത്തെ 10-ൽ നാളെ മറ്റന്നാൾ ദ്വാരക്കൽ തുടങ്ങും. നമ്മൾ റഹ്മത്തിന് അഹ്ലായത് കൊണ്ടാണോ? അല്ലാഹു നമുക്ക് റഹ്മത്ത് തരാൻ അഹ്ലാണ്. അല്ലാഹു മാത്രമുണ്ട്, നമ്മളെ ഇല്ല, ചോദിച്ചു വാങ്ങാനില്ല. ഓനെ ചോദിക്കണോലും ചോദിക്കാത്തവർക്കും അതിലുള്ളവർക്കും അതിലില്ലാത്തവർക്കും കൊടുക്കാൻ അവൻ അഹ്ലാണ്. നമ്മളോ അഹ്ലേ അല്ല. ഞങ്ങളെ കൊണ്ട് വബിഹിം, ഞങ്ങളെ മാതാപിതാക്കളെ കൊണ്ടും മറ്റു മുസ്ലിമീങ്ങളെ കൊണ്ടും നീ ചെയ്യരുതേ. എല്ലാ മുസ്ലിമീങ്ങളെ കൂട്ടുണ്ട്, ചെയ്യരുതേ. മാനഹനു അഹ്ലു ലഹു, ഞങ്ങൾ അഹ്ലായ കാര്യം എന്തിനാ ഞങ്ങൾ അഹ്ലായത്? പറേ ശിക്ഷക്ക്. നിങ്ങളിപ്പോ ചൊല്ലിയല്ലോ ഇലാഹി ലസ്തു, അതിനർത്ഥം വെച്ചോക്കാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. ഞങ്ങൾ സ്വർഗത്തിന് അഹ്ലല്ല, പക്ഷെ നരകത്തിന് കിടക്കാൻ മാത്രം കഴിയൂ ഞങ്ങളെ ശരീരത്തിനില്ല. അപ്പൊ ഞങ്ങളെ പത്തു എന്താണ്? അപ്പൊ എന്ത് ചെയ്യണം? ഇലാഹി, അതിന്റെ അർത്ഥമൊക്കെ മനുഷ്യന്മാരെ, ഇലാഹി ലസ്തു ലിൽ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ സ്വർഗത്തിന് മാത്രം ഉണ്ടെന്ന് വിചാരിച്ചാൽ എന്തായി ഓനെന്താ എന്താ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല, പടച്ചോനെ റബ്ബേ, ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല, ഞങ്ങൾ സ്വർഗത്തിന് അഹ്ലല്ല. അവസാനിപ്പിക്കാൻ നേരം വൈകി.
പിന്നെ പക്ഷേ സ്വർഗത്തിനായില്ല, ഞാൻ നരകത്തിൽ പോകേണ്ടി വരും. ഇനി ജഹിമി, നരകത്ത് കിടക്കാനുള്ള ശക്തിയൊന്നും ഞങ്ങളുടെ ശരീരത്തിന് ഇല്ല. പിന്നെ ഫഹബിലി തൗബത്തൻ, നീ ഓശാരമായി തരണം തൗബ. ഫഫ്റുദ്ദുനുബി, എന്റെ ദോഷം പുറത്തരണം, ദോഷങ്ങൾ പുറത്തരണം. ഫൈന കവാഫിർ ദംബിൽ അദീമി, എത്ര വലിയ ദോഷവും നീ പൊറുക്കുമല്ലോ. ഞാൻ പുറത്തു വാങ്ങാൻ അർഹനല്ല, നീ പുറത്തു കൊടുക്കാൻ അർഹനാണ്. നീ പുറത്തു കൊടുക്കാൻ അർഹനാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക് എന്നെ.